ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 72. ഇന്ന് കുറേ കാര്യങ്ങൾ നടന്നത്. ഒന്ന് മെയിൻ സാധനം ക്യാപ്റ്റൻസി ടാസ്ക് അടിപൊളിയായിരുന്നു. എൻഡ്യൂറൻസ് ടാസ്ക് 3 പേരും നന്നായിട്ട് ചെയ്തു. പിന്നെ ലൈവില് ഭയങ്കര വൈബായിരുന്നു ആ സാധനം കാണാൻ. തുടക്കത്തിലൊക്കെ ഒന്ന് ഇങ്ങനെ പതിയെ തുടങ്ങിയാലും നെവിന്റെ ഒരു ഇന്റർഫിയറൻസും അത് കഴിഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ രസമായിരുന്നു. അയ്യോ അതൊരു ചെറിയ സാധനമായിരുന്നു. പിന്നെ നോമിനേഷൻസ് അത് വേറെ ലെവലാണ് നമ്മൾ ഇക്കാക്കിയത്. ഷാനുഖാനെ രാത്രി വിളിച്ചിട്ട് ഷോനുഖാനെ വിളിച്ചിട്ട് രാത്രി വിളിച്ചിട്ട് ഷോനുഖ എന്ന് വിളിച്ചാൽ അക്ബർ 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 എന്ന് പറയും. ചെങ്ങായിക്ക് എന്തിനും അക്ബറാണ്. അപ്പൊ രാവിലെ എന്താ കഴിക്കാൻ വേണ്ടേ? അക്ബർ. ഉച്ചക്ക് നിങ്ങൾ അതിന് പോകണ്ടോ? അക്ബർ അക്ബർ. എല്ലാം അക്ബറാണ്. അക്ബറിനെ വിട്ടിട്ട് വേറെ കാര്യം. അക്ബറിനെ കൊന്നു നിലവിളിക്കാനായിട്ട് ഇറക്കുകയാണ്. അതിനിടയിൽ ലക്ഷ്മിന്റെ വക തൊരപ്പം ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിന്റെ A-class തൊരപ്പം ഗെയിം. സത്യം പറഞ്ഞാൽ ലക്ഷ്മി പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. അതാണ് എനിക്ക് മെയിനായിട്ട്. പക്ഷെ ലക്ഷ്മിക്ക് ഇമ്പാക്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയ അറിയാൻ പറയുന്നത്. ഓക്കെ, അപ്പോ എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ നമ്മളുടെ ഷോനുഖാന്റെ മെയിൽ ഷോവനിസം വെളുപ്പിക്കലാണ് അവിടെ നടക്കുന്നത്. സംഗതി ആദില നല്ല ഗെയിമറാ. നല്ല ഗെയിമർ എന്ന് പറഞ്ഞാൽ സംഗതി കുരുട്ട് ഗെയിമാണ്. ചിലർക്കൊക്കെ നോക്കുന്ന സമയത്ത് ഇത് എന്ത് വൃത്തിയായിട്ട് അരപ്പ് ഗെയിം തോന്നിയാലും ആള് ഗെയിമറാണ്. അടിപൊളി ഗെയിമറാണ്. അവിടെ നൂറയ്ക്കില്ലാത്ത ഒരു കുരുട്ട് ബുദ്ധി ആദിലക്കുണ്ട്. നൂറേനോട് ഇന്റർഫിയർ ചെയ്യരുതെന്നും പറയുന്നുണ്ട്. അതായത് ആദില കഴിഞ്ഞ വട്ടം തന്നെ ആ ഒരു ലാലേട്ട എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നൂറേനോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ ഞാൻ പെങ്ങളൂട്ടി പാസം കളിച്ച് നിൽക്കില്ല, ഞാൻ ഗെയിം കളിക്കും. അത് കണ്ടറിഞ്ഞ് തന്നെയാണ് ഇന്ന് ഗെയിം കളിച്ചിട്ടുള്ളത് ആദില. അപ്പോൾ എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ ഷോനുക്കാക്ക് ഭയങ്കരമായ സങ്കടമാണ്. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇത് പറഞ്ഞോളൂ, ഈ 72 ക്യാമറേന്റെ മുന്നിൽ നിങ്ങൾ ഇന്നെ നാറ്റിക്കരുത്. ഞാൻ ഒരു സൈഡിൽ നോക്കുമ്പോ ഈ ചെങ്ങായി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഏത് ഇവരോട് ഈ പറഞ്ഞുള്ള സെന്റ് അടിക്കുന്നുണ്ടോ, ഇയാൾ ഈ സാധനം അനീഷിനോട് ചെയ്തിട്ടുണ്ടോ? ഇയാൾ ഇത് ഇവരോട് പറയുന്നു, ഏത് ഇന്നങ്ങൾ ഇതാക്കരുത്, ഞാൻ ഇക്കാനെ പോലെ ഉപ്പാനെ പോലെ നിങ്ങൾ ഇന്നെ കണ്ടല്ലോ. ആ അനീഷ് ഒരു സൈഡിൽ ഇയാളെ എന്തൊക്കെ പറഞ്ഞാലും ഒരു 75% നല്ല ഫ്രണ്ടായിട്ട് അയാൾ കണ്ടിട്ടുള്ളത്. ആ മനുഷ്യനെ കുറിച്ച് ഇവൻ മാറിയിരുന്ന് ഇതേ ക്യാമറേന്റെ മുന്നിൽ ഇരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു സൈഡിലെ ഫ്രണ്ടായി കൊണ്ടു നടന്നിട്ട് അതേ ഇവൻ തന്നെ മാറി ഇരുന്നിട്ട് ആ അനീഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ലാത്ത ഓന്റെ സെന്റിമെന്റ്സും ഓന്റെ ഈ പറഞ്ഞുള്ള 72 ക്യാമറയും പുറത്തെ ജീവിതവും ഒക്കെ ഓന്റെ കാര്യം വരുമ്പോൾ വരിക. ഒരു ക്യാമറയോട് പറഞ്ഞാൽ മതി എന്റെ ജീവിതം നശിച്ചു പോകും, ഇതന്നെയല്ലോ 4 ആഴ്ചയുള്ളൂ ബാക്കി, നീ 4 ആഴ്ച കഴിഞ്ഞ് പറഞ്ഞോ, പക്ഷെ ഇപ്പൊ പറയരുത്. ഷോനുക്കാക്ക് ഗെയിം അറിയില്ലല്ലോ. ഇമേജ് കോൺഷ്യസ് സാധനമാണ് മറ്റേ രുദ്രൻ മറ്റേ ടീം. ഷോനുക്ക ബിഗ് ബോസ് കണ്ടിട്ടില്ലല്ലോ, അറിയില്ലല്ലോ. ഷോനുക്ക അങ്ങനെയാണ് തോന്നുന്നു. അങ്ങനെ അതിൽ നിന്നാണ് ഇന്ന് പരിപാടികൾ തുടങ്ങിയത്. അല്ല, എന്നിട്ട് ഏറ്റവും രസം അറിയോ, ഷാനവാസ് തിരിച്ച് അങ്ങോട്ട് പറയാ അതിനോട്, ഞാൻ നിന്നോട് ഇമോഷണലി കണക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതിലാണ് അങ്ങോട്ട് കണക്ട് ചെയ്തുള്ളത്. അതെ, അത് കഴിഞ്ഞിട്ട് രാവിലെ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം കഴിഞ്ഞ് കുറെ നേരം യോഗ കാണിച്ച ഒരു ഇറലവൻസ് ആണ് കേട്ടോ. യോഗ ഒന്നും കാണിക്കേണ്ട ഒരു കാര്യം. മോർണിംഗ് ടാസ്ക് നല്ല സാധനം കാണിക്കും, ഇതൊക്കെ വെറുതെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. അത്രയും സമയം പോയി എന്നല്ലാതെ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിന്റെ എൻഡ്യൂറൻസ് ടാസ്ക് കയറ് പിടിച്ച് നടക്കുന്ന ഐറ്റം തുടങ്ങി. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ആര്യൻ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചത് നല്ലൊരു സാധനമാണ്. റൈറ്റ് ഹാൻഡ് സെന്ററിൽ പിടിച്ചത് അത്ര നല്ല കാര്യം ഞാൻ പറയില്ല. സെന്ററിൽ പിടിച്ചത് അനുമോളാണ് സെന്ററിൽ പിടിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും 2 സൈഡിലാണ് എന്നുണ്ടെങ്കിൽ ആര്യനും സാബുമാനും അനുമോൾ ആദ്യം ഇവർക്ക് ഔട്ടാക്കായിരുന്നു. അങ്ങനെ ഔട്ടായിരുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് ലാസ്റ്റ് ആ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കേണ്ട ഗെയിം ഇവർക്ക് എതിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്. വേറെ എന്തെങ്കിലും ഒരു ഗെയിം കൊടുക്കുമായിരുന്നു. ഓക്കെ, അത് അനുമോളെ സെന്റർ പിടിപ്പിക്കുക എന്നുള്ളതായിരുന്നു കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഗെയിം വൈസ് കുറച്ചും കൂടി ബെറ്റർ. കാരണം ഒന്ന് ഇവർ രണ്ടുപേരും നീണ്ട ആൾക്കാരാണ്, അനുമോള് കുറച്ച് ഷോർട്ടാണ്, മനസ്സിലായോ? അപ്പൊ ഇവരുടെ ആ ഒരു ഇതും കൂടി ഇങ്ങനെ അനുമോളൊരു സാധനം അപ്പൊ അനുമോള് പൊക്കി പിടിച്ച് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെന്ററിലാവുമ്പോ അനുമോളുടെ മറ്റേ നാടകം ഉണ്ടായിരുന്നല്ലോ, ഏത് എനിക്ക് മുള്ളാൻ മുട്ടുന്നേ ആ സാധനം കൊണ്ട് മാറി കിട്ടിയത്. അറ്റത്താവുകൊണ്ടാണ് ഈ മുള്ളാൻ മുട്ടാനും ഡ്രസ്സ് മാറ്റാൻ കയറാനും കൈ പുറത്തുള്ള പരിപാടിയൊക്കെ. അല്ല, അതില് ആരും ദേഹത്ത് തൊട്ടു എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഒരു ഐറ്റം ഇറക്കിയിട്ട് അനുമോളൊരു വലി വലിച്ചിട്ടുണ്ട്, കയറ് പിടിച്ചൊരു വലി.
ശരിക്കും വലിക്കാൻ പാടുള്ള റൂളുണ്ട്. അനുമോളാണ് ആദ്യം ആ കയറ് വലിച്ചത്. അത് ലൈവ് നമുക്ക് കണ്ടല്ലോ. അനുമോൾ ഒരു 1.5 വലി വലിച്ചപ്പോഴാണ് ആര്യം തിരിച്ചു വലിച്ചത്. ഇടയിൽ കൂടി എല്ലാ ഗെയിമും കളിക്കാൻ ആര് നോക്കിയിട്ടുണ്ട്? അനുമോൾ നോക്കിയിട്ടുണ്ട്. അനുമോൾ അങ്ങനെ പാവുന്നല്ല, അനുമോൾ നല്ലതാണ്. പക്ഷെ ഗെയിം കളിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു കളിക്കുന്നുണ്ട്, ഗെയിം കൊളാക്കാനല്ലെങ്കിലും കളിക്കാൻ നോക്കുന്നുണ്ട്. നല്ല കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി ചെയ്തു. അതിനിടയിൽ അക്ബറിന്റെ വക കുറച്ച് പ്രൊവോക്കിംഗ് ഉണ്ടായിരുന്നു. അക്ബർ വിടാതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ BB+ൽ ചിലപ്പോൾ കാണിക്കുമായിരിക്കും, ലൈവ് കണ്ടവർക്ക് അറിയാം. ആദിലും നമ്മൾ അനീഷും തമ്മിൽ വീണ്ടും ആ PR സാധനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷൻ, നീണ്ട കോൺവെർസേഷൻ. ലൈവിനകത്ത് അതിങ്ങനെ ഇപ്പുറത്ത് ഇവരെ 3 കയറ് പിടിച്ചു പോണത് കാണിക്കും, ഇപ്പുറത്ത് ഈ കോൺവെർസേഷൻ കാണിക്കും, വീണ്ടും കയറ് പിടിച്ചു. ഈ സാധനത്തിനകത്ത് നിന്ന് കുറെ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായി? 100 സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ആദിലെ ഈ സ്ഥലം വിറ്റു മറ്റേ വിറ്റു എന്നൊക്കെ പറഞ്ഞത് എന്തോ കാര്യം ഉണ്ടെന്നാണ് 100 വിചാരിച്ചത്. ആദിലത് കയ്യിൽ നിന്നിട്ട് എടുത്തിട്ട് അതാ പറഞ്ഞ അതൊന്നും ക്ലിയർ ആയി കാണിച്ചിട്ടില്ല. എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ലല്ലോ. അത് ലൈവ് കണ്ടവർക്ക് അതിന്റെ ഞാൻ അത് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ അനീഷ് PR എന്ന് പറഞ്ഞ സാധനം വേണമെങ്കിൽ വെച്ച് ചെയ്യാം. അതിനകത്ത് കുറെ സാധനങ്ങൾ അനീഷും നൂറിയും ആദിലും അനീഷും തമ്മിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ് എപ്പിസോഡ് വൈസ് വരുന്ന സമയത്ത് ഇവരുടെ നല്ല രസമായിരുന്നു. ആപ്പിള്, ബാത്റൂം, സൺസ്ക്രീൻ ഇടല്, ഇങ്ങനത്തെ പല പാവാട അങ്ങനത്തെ പല പരിപാടിയും നടന്നു. പിന്നെയാണ് നോമിനേഷൻസ് വന്നത്. നോമിനേഷൻസിലാണ് മറ്റേ സംഗതി അടിച്ച ഏത് ആദില കയറി ഷോനുഖാനെ കയറി അങ്ങോട്ട് എന്ത് ചെയ്തു, നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഈ മെയിൽ ഷോവിനിസം എന്ന് പറഞ്ഞ സാധനം അവിടെ സംസാരിക്കുന്നത് ഇവരാണ് എന്നും അത് സംസാരിക്കരുത് എന്നും പറഞ്ഞ ഷാനവാസിന് ഈ ബിഗ് ബോസ് കണ്ടിട്ടില്ല, ബിഗ് ബോസ് ഷോനെ കുറിച്ച് അറിയില്ല, 10-72 ദിവസം നിന്നിട്ട് ഈ ഷോന്റെ ഫോർമാറ്റ് മനസ്സിലാക്കിയില്ലെങ്കിലും തനിക്കെതിരെ വരുന്ന ആരെയ്ത എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഷോനവാസിനുണ്ട്. അത് നല്ല കാര്യം. ഷോനവാസ് അത്രയെങ്കിലും മനസ്സിലാക്കിയില്ലോ. പിന്നെ അതേപോലെ ലക്ഷ്മിനെ പറഞ്ഞത് അതിൽ നൂറും പ്ലാൻ ചെയ്തിട്ടാ രണ്ടുപേരും യൂസ് ചെയ്തിട്ട് അതുണ്ട്. പ്രിൻസിപ്പൽ രണ്ടുപേരും ഇവരെല്ലാം ആദിലും നൂറിയും രണ്ടുപേരുടെ ഒരു ഗെയിം ഉണ്ട്. അതായത് ഒരുമിച്ചുണ്ട്. അതായത് നോമിനേഷൻസ് തുടങ്ങുമ്പോൾ അതെങ്ങനെ പ്ലാൻ ചെയ്യണം, എവിടെ പോയി ഇരിക്കണം, എവിടുന്ന് ഗെയിം തുടങ്ങുന്ന സമയത്ത് അവരെങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇവര് രണ്ടുപേര് തമ്മിൽ ശരിക്കും എന്തുണ്ട്, ഒരു റാപ്പ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാതെ പോകുന്നത് ബാക്കിയുള്ളവരാണെന്നാണ് എനിക്ക് പട്ടാ ഗേൾസ് എന്താണെങ്കിലും അനുമോളും ഉണ്ട് കേട്ടോ. പട്ടാ ഗേൾസ് മൊത്തത്തിൽ അവരുടെ ആ ഒരു ഗ്രൂപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഹിറ്റ്ലറും പട്ടാ ഗേൾസും തമ്മിൽ അടിയായത്. പട്ടാ ഗേൾസ് മൊത്തത്തിൽ അടിയായില്ല, അനുമോളോട് അങ്ങനെ തിരിഞ്ഞ് ഷാനവാസ് അടിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ പട്ടാ ഗേൾസ് ഗ്യാങ്ങിനായിട്ട് ഷാനവാസ് മാറുമ്പോൾ ഇനി അടുത്ത കണ്ടത് എപ്പോഴാണ് അനുമോളും പട്ടാ ഗേൾസും തമ്മിലുള്ള അടി എന്നുള്ളത്. അവിടെ ആദില അടിപ്പിക്കും. അത് ആദിലെന്ത് ചെയ്യും പക്ഷെ അനുമോൾ അത് ആക്സെപ്റ്റഡ് ആണ് ഇപ്പോൾ. അതായത് ഗെയിം വൈസ് നോക്കുമ്പോൾ ആദില വേണമെങ്കിൽ എനിക്കെതിരെയും തിരിയാം അത് തിരിയാന്നുള്ള സാധനം ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് അത് വരാൻ സാധിച്ചു. അനുമോൾ ഫാൻ ആയോ കുട്ടി? പക്ഷെ അവർ രണ്ടൊരു കോമ്പോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യമായിട്ടോ. അങ്ങനെ നോമിനേഷൻസ് അങ്ങനെ നടന്നു. നോമിനേഷൻസ് നടന്നിട്ട് നോമിനേഷൻസ് രക്ഷപ്പെട്ട അക്ബർ ഷോനവാസിനെ അത് പറയണം. അതിന്ന് ഇതിലധികം കാണിച്ചിട്ടില്ല. ഷാനവാസിനെ വിളിച്ചിട്ട് നോമിനേഷൻസിൽ പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് എന്നെ കിളി വെട്ടിയിരിക്കുന്നു. എടാ നിന്നെ വിളിച്ചെന്തിനാ നോമിനേഷൻസ്? നീ വന്ന എന്താ പറയുന്നത്? എന്റെ മരിച്ചുപോയ ഉമ്മാനെ പോലൊരു ഉമ്മ വന്നു, ഉമ്മ വന്ന് എന്നോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നോമിനേറ്റ് ചെയ്ത അക്ബർ നോമിനേറ്റ് ചെയ്ത അക്ബർ. അതായത് ബിഗ് ബോസ് ഭാഗ്യം ബിഗ് ബോസിന്റെ അടുത്ത് ഈ 2 നോമിനേഷൻ ഉള്ള ഒരാൾക്ക് 2 അക്ബറിനെയാണ്. ഞാൻ 2 അക്ബറിനെയാണ് ചെയ്യുന്നത്. ചെങ്ങായിക്ക് അക്ബറിനോട് തീരെ ഇല്ലാത്ത ദേഷ്യം. ആ വീട്ടില് അക്ബർ ആ തുടക്കത്തിൽ എവിടെയോ ഇയാൾക്കെതിരെ പ്ലാൻ ചെയ്തത്. അന്ന് ആ മറ്റേ എന്താണ് മാരുതി കോർണർ കൊണ്ടുപോയിട്ട് ജീവിതകഥ പറഞ്ഞ സെറ്റ് അടിച്ചതിന്റെ പിന്നെ ആ ചെങ്ങായി തിരിഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ വിടുന്നില്ല. ഷോനവാസിന് അക്ബർ തന്നെ പിടിച്ച് തൂങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നോമിനേഷൻസിന്റെ പരിപാടികൾ വന്നു. സാബുമാൻ രക്ഷപ്പെട്ടു, ആര്യൻ രക്ഷപ്പെട്ടു, അനുമോള് രക്ഷപ്പെട്ടു, അനുമോള് രക്ഷപ്പെട്ടു. ഇല്ല, ആര്യൻ രക്ഷപ്പെട്ടില്ല. ആര്യൻ ഈസ് ദർ. അനുമോള് ഇല്ല, അനുമോള് ഇപ്പോഴും ഉള്ളത്. ആര്യൻ 2 വോട്ട് കിട്ടി.
ആര്യൻ 2 വോട്ട് വീണു. അനുമോളും ചാടിച്ചു, ഷാനവാസും ചാടിച്ചു. ആര്യൻ ആരല്ല പറഞ്ഞത്? ഷാനവാസ് ഇട്ടിട്ടുണ്ട്. എന്റെ അറിവില് ഉണ്ടടി, ഷാനവാസ് ഇട്ടിട്ടുണ്ട്, അനുമോൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കുറച്ചു പേര്. അപ്പൊ രക്ഷപ്പെട്ടത് സാബുമാൻ രക്ഷപ്പെട്ടു. സാബുമാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ അനീഷ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആദില രക്ഷപ്പെട്ടിട്ടുണ്ട്. അനുമോൾ 4 പേര് രക്ഷപ്പെട്ടു. അക്ബർ, ഷാനവാസ്, നെവിന്, നൂറ, ലക്ഷ്മി, ആര്യ. ഇത്രയും ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഉറപ്പാണ് ഡേഞ്ചർ സോണിൽ പോണത് അക്ബറും ലക്ഷ്മിയോ. അക്ബർ, ലക്ഷ്മി, നെവിൻ 3 പേരായിരിക്കും ഡേഞ്ചർ സോണിൽ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നത്. ഷാനവാസ് ഫാൻസ് അതായത് ഷാനവാസിന് ഇത്രയും കേട്ടോ. ഷാനവാസിന് ആദിലാനോറയ്ക്ക് എതിരെ വരുമ്പോ എന്താണെങ്കിലും ഫാൻസ് എന്താണ്. അത് മാത്രമല്ല എന്താ പറയാ, ഒന്നാമത് കാര്യം പറഞ്ഞത് അവരിഷ്ടമില്ലാത്തോണ്ട് ആദിലാനോറയോടുള്ള ഒരു ഹെയ്റ്റ് ഉണ്ട്. ആദിലയുടെ ഈ ഗെയിം വളരെ ചീപ്പ് ആൻഡ് തേർഡ് റേറ്റ് ഗെയിമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അതും പറയണല്ലോ. ഈ ഗെയിം വളരെ ഇപ്പൊ പലരും ഇങ്ങനെ, പക്ഷെ ഞാൻ പറഞ്ഞില്ല, പലരും ഈ ഗെയിം ആദില മാറിയിട്ട് ഇത് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന സമയത്ത് അതൊരു ഇപ്പൊ ആദിലയല്ല ഇത് കളിച്ചത് ലക്ഷ്മിയോ അനുമോളോ ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ഗെയിം ആവും. ആദില് കളിക്കുമ്പോൾ ഇത് ചീപ്പ് ഗെയിം ആയിട്ട് മാറുന്ന രീതിയിലുള്ള ഒപ്പം നിന്ന് ചതിച്ചു എന്നുള്ളൊരു എലമെന്റ് വരുന്ന ഒരു ഐറ്റം ഉണ്ട്. ഓക്കെ, അത് ആളുകൾക്ക് ഏത് സെൻസിൽ വേണമെങ്കിലും എടുക്കാം. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ആ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും ആ സാധനം. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഷാനവാസിന് ഹ്യൂജ് വോട്ട് കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അനുമോളും ആദിലയും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ നൂറ വിൽ ബി, അല്ലെങ്കിൽ ഓബിയസ്ലി എന്താ പറയാ, വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട്. എന്താ പറയുക, ഇപ്പുറത്തേക്ക് ചാടാ പട്ടാ ഗേൾസ്. നൂറക്ക് ഒരു ഗെയിമില്ല. അതിലേനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗെയിമിന് നൂറക്കില്ല. നൂറ ഈസ് എ ജെനുവിൻ സോൾ, അത്രേ ഉള്ളൂ. ഇപ്പൊ സാബുമാനെ നിങ്ങൾ എങ്ങനെയാണോ ജെനുവിൻ സോൾ പോലെ കാണുന്നത്, അത്രയും ഒരു ജെനുവിൻ സോൾ മാത്രമേ നൂറയ്ക്കുള്ളൂ. നൂറ അതിനപ്പുറം ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ നോമിനേഷൻസിന്റെ പരിപാടി കഴിഞ്ഞു. നോമിനേഷൻസിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നെവിന്റെ ഐറ്റം തുടങ്ങിയത്. ശരിക്കും ഒന്നിങ്ങനെ വളരെ ലോ ഗ്രാഫ് പോയിരുന്ന ഐറ്റം ആയിരുന്നു ഇത്. ഈ കയർ പിടിച്ച ടാസ്ക്, എൻഡ്യൂറൻസ് ടാസ്ക് ഒന്നിങ്ങനെ ലോ ആയിട്ട് പോവായിരുന്നു. അവിടുന്ന് നെവിൻ കയറി കത്തിച്ച കത്തിക്കല് സംഗതി കുറച്ച് കഴിഞ്ഞപ്പോ അരോചകമായിരുന്നു. അതിന്റെ ലെങ്ത് കൂടി. നെവിൻ സത്യത്തിൽ എന്താ വിചാരിച്ചറിയോ, ഈ ഗെയിം ഫുള്ള് പൊളിക്കാം, അല്ലെങ്കിൽ ആര്യന് ഇട്ട് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ആര്യന് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി. അനുമോളിയും സാബുമാനിയും എന്ത് ചെയ്യണം, ഈ ഇതിന്റെ നോമിനേഷന്റെ സമയത്ത് പറഞ്ഞുകൊണ്ട് അതിനുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള പണി. അല്ലെങ്കിൽ മൊത്തം ടാസ്ക് എന്താവണം, അതെ. ആ സീൻ കൊണ്ട് മൂപ്പര് എന്ത് ചെയ്ത് എല്ലാ പരിപാടിയും രസമുണ്ടായി, കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടാവും. അതിനൊരു സാബുമാന്റെ കയ്യിൽ നിന്ന് പോയിട്ടു. ഞാൻ അടിക്കുന്നുണ്ട് സാബുമാൻ കുറച്ച് കഴിഞ്ഞപ്പോ. ഇതിനിടയിൽ നോമിനേഷന്റെ സമയത്തും ഈ ബിഗ് ബോസ് കളിച്ചൊരു കളിയുണ്ട്. ഷാനവാസിനെ വിളിച്ച സമയത്ത്, ഷാനവാസിനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ഈ സാധനം ഇട്ടു, മെയിൽ ഷോവനീസ് ഇട്ടു. അവിടെയാണ് ഷാനവാസ് ആരെ പൊക്കിയത്. അതായത് ആര്യന് 2 വോട്ടേ പോയിട്ടുള്ളൂ. ഇവര് വെച്ച് നോക്കുന്ന സമയത്ത് നൂറിയും ആദിലെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവർ സ്കീം ചെയ്തിട്ടുള്ളത്. ആര്യന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് സ്കീം ചെയ്തത്. അതാണ് ആരോട് പറഞ്ഞിട്ടുള്ളത്, ഷാനവാസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് 2 വോട്ടേ ആര്യന് പോയുള്ളൂ, ഷാനവാസിന് 3 വോട്ട് കിട്ടും ചെയ്തു. അപ്പൊ അവിടെയാണ് ഇയാൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. ഈ സാധനം വന്നിട്ടുണ്ടാവുക ഈദർ ആദില ഓർ നോറ, ഈ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ അടിച്ചെന്നുള്ളത്. പക്ഷെ അത് കറക്റ്റ് ആണ്, കറക്റ്റ് സംശയം. അതിനെ നോളൊന്നും ആലോചിച്ചു. അതെന്താ അറിയോ, ആസ് എ ഗെയിമർ അതൊരു ഗെയിമാണ്. പക്ഷെ അതൊരു ഗെയിമിനകത്ത് ഷാനവാസ് ഇവര് വിശ്വസിക്കുന്നു എന്നുള്ളൊരു എലമെന്റ് ഉള്ളത് കൊണ്ട് ആ ചെയ്തൊരു വൃത്തികേടുമാണ്, ഒരു തെണ്ടിത്തനാണ് കാണിച്ചത്. കാരണം മുഖത്ത് നോക്കി എന്ത് ചെയ്ത് ആ സാധനം തോണ പറഞ്ഞു. ഗെയിമർ ആസ്പെക്ടിൽ അത് ഓക്കെയാണ്. അത് ലക്ഷ്മിയോടും പറഞ്ഞു. ലക്ഷ്മി പറയാ, എനിക്കിപ്പോ സത്യം പറഞ്ഞ എന്താ കുഴപ്പം, ലക്ഷ്മിക്ക് വരാം, ലക്ഷ്മിക്ക് ഞാൻ വരാം. അല്ല ലക്ഷ്മിന്റെ ഐറ്റത്തേക്ക് വരാം. ലക്ഷ്മി കൊടൂരമായിട്ടുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് ഈ കയ്യില് മറ്റേ കയറ് പിടിച്ച് നടക്കുന്ന ടാസ്കില് ലക്ഷ്മി ടാർഗറ്റിങ് ആര്യൻ. ലക്ഷ്മിക്ക് അവിടെ ആര്യനെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കണം എന്നുള്ള ഒരു ഒറ്റ കാര്യം ലക്ഷ്മിന്റെ മൈൻഡിലുള്ളൂ. ലക്ഷ്മി ഈ കയർ എടുത്തിട്ട് ഈ ഗെയിം തുടങ്ങിയത് മുതൽ ആര്യന്റെ പിന്നാലെ, ആര്യൻ യു ഹാവ് ടു ഡു ദിസ് ജോബ്, നീ ഇത് ചെയ്യണം, നീ അത് ചെയ്യണം, അല്ല കൈ വിട്, നിനക്ക് ഈ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആര്യനെ നിരന്തരമായിട്ട് ജോലിന്റെ കാര്യത്തേക്ക് പുഷ് ചെയ്തിട്ടാണ് ലക്ഷ്മി നടക്കുന്നത്. ലക്ഷ്മിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 3 ആളെയാണ് ലക്ഷ്മി ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അനീഷിന് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്മിക്ക് മനസ്സിലായി. 2 ഷാനവാസിന്റെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്മിക്ക് മനസ്സിലായി. 3ാമത് സാബുമാനെ തിരിപ്പിക്കുക എന്നുള്ളൊരു ടാസ്കും കൂടി അറിയില്ലുണ്ട്, ലക്ഷ്മിയുടെ കയ്യിൽ ഇപ്പൊ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നടക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം സാബുമാൻ എല്ലാവരും തിരിപ്പിനും നിന്ന് കൊടുക്കും,
പക്ഷെ ഓന് എന്തൊക്കെ പറഞ്ഞാലും ഓന് ഓൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധി അതെ 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 അതെ. ഓൻ കുറച്ച് സ്ലോ ആണ് പക്ഷെ എല്ലാവരുടെ കാര്യങ്ങളും മനസ്സിലാവും പക്ഷെ ബുദ്ധിയുണ്ട്. സാബുമാൻ സ്ലോ ആണ് പക്ഷെ സ്റ്റഡിയാണ്. അതാണ് സാബുമാന്റെ കേസ്. അപ്പോ ഈ ടാസ്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന് ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ്. അതിന്റെ രസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അക്ബർ ആണെങ്കിലും അതിനിടയിൽ നിവിനും അക്ബറും കൂടി ചേർന്നിട്ട്, നിവിനും അക്ബറും പിന്നെ അതാണല്ലോ പരിപാടി, രണ്ടും കൂടി ചേർന്നിട്ട് ഈ ടാസ്ക് അങ്ങനെ രണ്ടും കൂടി അവരും കുറച്ച് ഫണ്ട് സാധനം കൊണ്ടുവരും. ലാസ്റ്റ് ബിഗ് ബോസിന് തന്നെ മനസ്സിലായത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ നൂറാമത്തെ ദിവസം വരെ ഏറ്റവും ഇതുമ്പോ പിടിച്ചു പോകുന്നു മനസ്സിലായതുകൊണ്ട് തിന്നൂല ദൂരൂല കുളിക്കൂല കിടക്കൂല ഒന്നും ശരിയോടെ ഇരിക്കും മനസ്സിലായോണ്ട്. അല്ല അതിനാണ് ഏറ്റവും ദേഷ്യം അതറിയോ, അനു നീ ഡ്രസ് പറയാൻ സമയത്തില്ല, ബാത്റൂം പോകാൻ സമയത്തില്ല, നീ കൈ വിട്ട് പോയിക്കോ. അല്ല ഡ്രസ്സിംഗ് റൂമിൽ കയറി ലൈവിലുണ്ടായിരുന്നു, ഡ്രസ്സിംഗ് റൂമിൽ കയറി കൈ ഓർത്തരും കൈ ഉള്ളിൽ കയറും അപ്പൊ അതിങ്ങനെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്ലാസ്മ ടിവിന് മുന്നിൽ വന്നിട്ട് കൈ പൊക്കി പിടിക്കാൻ പറഞ്ഞു. ഇതിന് ഞാൻ ഒരു കാര്യം പറയാം, അനുമോൾക്ക് ഇത് നടന്നിട്ടില്ല, പരിപാടി വർക്കല്ല, അനുമോൾ ഔട്ടാക്കിയത് ഓക്കെയാണ്. പക്ഷെ ആര്യനെ പുറത്താക്കിയതിൽ എനിക്കിപ്പോഴും കോൺസ്പിറസി തോന്നുന്നുണ്ട്. കാരണം ആര്യന്റെ കൈയും സാബുമാന്റെ കൈയും നോക്കുമ്പോൾ സാബുമാന്റെ കൈയാണ് വളഞ്ഞിരിക്കുന്ന സാബുമാന്റെ. അവിടെയാണ് ലക്ഷ്മി ഗെയിം കളിച്ചത്. ലക്ഷ്മി പുറത്ത് ആ സോഫയിൽ ഇരുന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ആര്യനെ പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ട് നിൽക്കുന്നവർക്കും ആര്യന്റെ കൈ വളഞ്ഞു എന്നുള്ളൊരു. സാബുമാന്റെ മേത്തേക്ക് ഒരു കോൺസെൻട്രേഷൻ വേറെ ആരും കൊടുക്കാൻ സമ്മതിക്കുക, അത് ആര്യന്റെ മേത്ത് മാത്രം ആ കോൺസെൻട്രേഷൻ വെച്ച്. അത് ലക്ഷ്മിയുടെ ഗെയിം, അത് ഞാൻ സമ്മതിച്ചു. അത് ലക്ഷ്മി കളിച്ച ഗെയിം തന്നെയാണത്, അത് നല്ല ഗെയിമാണ്, അത് കളിച്ചു ലക്ഷ്മി. അതിൽ അവരത് എക്സിക്യൂട്ട് ചെയ്ത് ജയിക്കുകയും ചെയ്തു. കാരണം അത് സാബുമാൻ എത്തിക്കണം. കാരണം ഒരു സൈഡില് അക്ബർ സെയിം ഗെയിം കളിക്കുന്നുണ്ട്, സെയിം ഗെയിം ആരിന് വേണ്ടി ആര് കളിക്കുന്നുണ്ട്, അക്ബറും നെവിനും കളിക്കുന്നുണ്ട്. അക്ബർ അത് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, പക്ഷെ അക്ബറിന്റെ വോയിസിന്റെ മോള് പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ആ സാധനം ലക്ഷ്മിയെ കൊണ്ട് കളിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അത് കൺവിൻസ് ചെയ്ത് എന്ത് ചെയ്തത്. അതിലെ ലക്ഷ്മിയും ഈ കാര്യത്തിൽ ആര്യന്റെ കാര്യത്തിൽ ഒരു കൂട്ടാണ്. ഓക്കെ, അപ്പൊ ആര്യന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അത് ആദിലും കൂടി കൺവിൻസ് ചെയ്ത് ആ ഗെയിം എന്ത് ചെയ്തു. അതൊരു ഫെയർ സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് സാബുമാന്റെ കൈയും വളഞ്ഞിട്ടുണ്ട്. അല്ല സാബുമാൻ ആദ്യം കൈ അല്ല വളച്ചിട്ടില്ല, സാബുമാൻ ഇങ്ങനെ ഷോൾഡർ പൊക്കി ഇങ്ങനെ വളഞ്ഞാ നിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ ആരും നോക്കിയില്ല, ആര്യന്റെ സ്ട്രൈറ്റ് ഹോൾഡ് ആയിരുന്നു ആര്യന്റെ. അങ്ങനെ ആര്യൻ ഇട്ട് ഒരു ചതിപ്പണി വെച്ചിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സാധനം ഇവര് മറച്ചത്. ഓക്കെ, അതിൽ ആദിലേക്കും പങ്കുണ്ട്. മെജോറിറ്റി പരിപാടി കാണിച്ചു കൂട്ടിയതും ആരാണ്, ഈ പറഞ്ഞ ലക്ഷ്മിയാണ്. ലക്ഷ്മി അതിന് ശേഷം എന്ന് പറഞ്ഞ അതുവരെ കളിച്ച ഗെയിം ഓക്കെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ലൂസർ എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് അവൻ അവിടെ കളിച്ച് ആ ക്യാപ്റ്റൻസീന് അത്രയും ചെയ്തിട്ടാ നിൽക്കുന്നില്ല. ലക്ഷ്മി എന്തോ ഒലക്കാപ്പിണ്ണൊക്കെ ചെയ്തിട്ടാ ഈ കടന്ന് ഡയലോഗ് അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, ലക്ഷ്മിയുടെ ഗെയിം ഇപ്പൊ എന്ന് പറഞ്ഞാൽ അനീഷിനെ തിരിക്കുക, ഷാനവാസിനെ തിരിക്കുക, പിന്നെ സാബുമാനെ തിരിക്കാൻ നോക്കുക. ഈ 3 പരിപാടിയുള്ളൂ. ബിന്നി പോയപ്പോ ആ കുത്തിത്തിരിപ്പ് റോൾ ആർക്ക് കിട്ടി, ലക്ഷ്മിക്ക് കിട്ടി. ബിന്നിയാണ് ഡീസന്റ് കുത്തിത്തിരിപ്പായിരുന്നു. ഇതൊരുമാതിരി അവിടെ കുത്തിത്തിരിപ്പാണെങ്കിൽ നല്ലതാ ഞാൻ പറയുന്നത്. ശരിയാ, നല്ലതാന്ന് ഞാൻ പറയുന്നത്, മോശമെന്നല്ല. ഇറ്റ്സ് ഗുഡ്. അതൊരു ഗെയിമാണത്, മനസ്സിലായി, അതൊരു ഗെയിമാണ്, അത് നല്ല ഗെയിമാണ്. പക്ഷെ ലക്ഷ്മി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ലൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ഷോ ആയിരുന്നു കാണിച്ചത്. അത് എനിക്ക് പക്ഷെ ഞാൻ എന്താ പറഞ്ഞ ബാക്കിയുള്ളവർ ആരും വലിയ മൈൻഡ് അടിക്കില്ല, അവരെല്ലാരും സംസാരിച്ചോണ്ടിരുന്നത് കൃത്യമായിട്ട് ആര് പോയി പറഞ്ഞു. അവിടെ അനീഷിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി ചെയ്യുന്നത് ശരിയല്ല. അവൻ അവിടെ ഫൈറ്റ് ചെയ്തു, അവൻ ടാസ്ക് ചെയ്തിട്ട് അവൻ ഫൈറ്റ് ചെയ്ത് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തതിനു ശേഷമാണ് ആരും തോറ്റത്. അപ്പൊ അവനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് ലൈവിൽ അനീഷ് പോയിട്ട് ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി അവിടെ വിടാതെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ആ സാധനം അടിച്ചോണ്ടിരുന്ന് ആര്യനും അപ്പൊ പ്രൊവോക്ഡായി, നെവിനും പ്രൊവോക്ഡായി ആദിലേക്ക് നേരൊക്കെ തിരിഞ്ഞു. ഈ സാധനം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഷാനവാസ് കിച്ചണിന്റെ അകത്തുനിന്ന് മറ്റേ സീൻ രണ്ടാമത് പൊട്ടി മുളച്ചു വരുന്നത്. അത് വരാൻ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇവര് ഷാനവാസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം, ആദിലും നോറിയും ഷാനവാസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് അക്ബർ പോയിട്ട് വീട്ടുകാരെ വിളിച്ചു, നീ വീട്ടിൽ പോയി പറയടിന്ന് അക്ബർ പറഞ്ഞു ആദിലിനോട്. അവരിവര് നേരെ ഓടുന്ന എങ്ങോട്ട് അറിയും, കിച്ചണിക്ക് ലൈവ് കണ്ടെടുക്കാറ കിച്ചണിൽ ചെന്നിട്ട് ഷാനവാസിക്കാവും വീട്ടുകാരെ പറഞ്ഞു, ഷാനവാസ് പറഞ്ഞു. അപ്പൊ പിന്നെ ആദിലിനോടുള്ള ദേഷ്യക്കാര് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് മീശി പിരിച്ച് ഇന്ന് ഞൊട്ടി വേറെ രസമുണ്ട്. ഇന്ന് ഷാനവാസ് അല്ലേ ആരെ വോട്ട് ചെയ്ത് അക്ബറിനെ എന്ത് പറഞ്ഞിട്ടാണ് എടി പൊടിന്ന് വിളിക്കണ്ട് പറഞ്ഞിട്ട്
അത് നോക്കണ്ട. മൂപ്പർക്ക് അക്ബർ, മൂപ്പർക്ക് എപ്പോഴും അക്ബർ. തിന്നാ വേണ്ട അക്ബർ. ഇടി ഓടി വിളിക്കുന്നത് നേരെ തിരിച്ചു അക്ബറെ വിളിക്കുന്നത്. അക്ബർ മൂപ്പർക്ക് ഫുൾ അക്ബറാണ്. അപ്പോ ഈ സംഗതി പൊട്ടി തുടങ്ങി. അങ്ങനെ കച്ചറയായി അടുക്കളയിൽ നിന്ന്. കച്ചറയായപ്പോ ഷാനവാസിന്റെ മൈൻഡിൽ ആ സാധനം ഫിക്സ് ആണ്. ഏത് ഇതിലേതോ ഒരാള് മെയിൽ ഷോണിസം പറഞ്ഞിട്ട് ഇന്ന ചെയ്തിട്ടുണ്ട്. ഈ ആദില നോറയിലെ ഒരാള്, അത് ആദിലയാണ് എന്നുള്ളത് ഏറെക്കുറെ ഷാനവാസിന് ഒരു 99% ഉറപ്പാണ്. ആദിലാണ് ഈ മുഖത്ത് നോക്കി പച്ച കള്ളം വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. നൂറ കൺഫ്യൂസ്ഡ് ആണ്. നൂറയ്ക്ക് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നൂറയ്ക്ക് അറിയില്ലാവുന്നുണ്ട് ആദില ചെയ്തോന്നുള്ളത്. നൂറയ്ക്ക് അറിയാൻ ഒരു വഴി ഞാൻ കണ്ടില്ല. നൂറ ജെനുവിനായിട്ട് പറയുന്നുണ്ട് ഇല്ല, നൂറ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നൂറ പറയുന്നുണ്ട്. പക്ഷെ ആദില കളിച്ച കളി പക്ഷെ ഈ പറഞ്ഞ പോലെ ആ പെർട്ടിക്കുലർ ടേം ബിഗ് ബോസ് അതിന് മോള് കളിച്ചപ്പോ ഷാനവാസിന് സംഗതി പിടുത്തം കിട്ടി. പിന്നെ അനുമോളുടെ വക ഷാനവാസിനെ സമാധാനിപ്പിക്കാനുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും വർക്കായില്ല. പിന്നെ ഷാനവാസ് അല്ലേ ആള്. ഇതാണ് തുടങ്ങിയപ്പോഴത്തേക്ക് ഡേ 1 മുതലുള്ള കാര്യങ്ങൾ എടുത്തിടാൻ തുടങ്ങി. ഏത് നെവിനെ ഞാൻ വള്ളി പിടിച്ചത് എന്നെ ഇവളന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവന്മാർക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ സഹിച്ചു എന്നൊക്കെ എനിക്ക് നിങ്ങളോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന ഉപ്പയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇവർ ഇത്രയും കാലം കൊണ്ട് നടന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം അടിച്ചിട്ട് എന്ത് ചെയ്ത് ഷാനവാസ് ഈ സംഗതി ഡേ 1 മുതലുള്ള കാര്യങ്ങൾ വെറുതെ പറയാൻ തുടങ്ങി. പിന്നെ പുറത്തുനിന്ന് ആള് വന്ന സമയത്ത്, അതായത് ഇവര് വീട്ടുകാർ വന്ന സമയത്ത് നല്ലോ നോക്കിക്കോ, ഇങ്ങനെയാ പറഞ്ഞേ, അതായത് ദിയ ചേച്ചിയാണ് തോന്നുന്നു പറഞ്ഞത്, ഷാനവാസെ നല്ലോ നോക്കിക്കോ എന്നാണ് അങ്ങനെ എന്തോ പറഞ്ഞത്. ഷാനവാസ് തിരിച്ച് ഷാനവാസ് എന്താ പറഞ്ഞത്, ഇവരെ നല്ലോ നോക്കിക്കോ, ഇവര് പണിയും എന്നുള്ള രീതിക്ക് പുറത്തുനിന്ന്. ഷാനവാസിന്റെ ബുദ്ധി റോക്കറ്റ് വിമാനം തന്നെ കേട്ടോ. ഒന്നിനും ബുദ്ധി ഇല്ല ഓന്, അല്ലാതെ ഓവർ ബുദ്ധിയാണ് ഓന്. അക്ബറിന്റെ പേര് പറഞ്ഞറിയോ, അവൻ എന്നെ കൊടുക്കാൻ വേണ്ടി അത് പ്ലാൻ ചെയ്ത് ലക്ഷ്മി പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞ ദിവസം വരെ തമ്പുരാട്ടിനെ വിളിച്ച് ലക്ഷ്മിനെ ഊക്കി നടന്നു. തമ്പുരാട്ടി അത് വേറെ അവസ്ഥ. പിന്നെ ലക്ഷ്മിന്റെ കളത്തന ഞാൻ പറയാം. ലക്ഷ്മി ആദിലനോട് ആ കൗച്ചിലിരുന്ന് സംസാരിച്ച സമയത്ത് ലക്ഷ്മി അടിച്ചൊരു ഡയലോഗ് ഉണ്ട്, ഷാനവാസ് നല്ല ഫാൻ ബേസ് ഉള്ള ഒരാളാ. അപ്പൊ ഇങ്ങനത്തെ ഗെയിം കളിക്കുമ്പോ ഷാനവാസിന്റെ ഫാൻ ബേസിനെ അത് ബാധിക്കും. അപ്പൊ ലക്ഷ്മിക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ ഷാനവാസിന്റെ ഫാൻ ബേസ് ഉണ്ട്, അനീഷിന്റെ ഫാൻ ബേസ് ഉണ്ട് എന്നൊക്കെ നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ലക്ഷ്മി അവിടെ എന്താ ചെയ്യുന്ന അറിയോ, ലക്ഷ്മിയായിട്ട് ഒരു ഗെയിമും കളിക്കുന്നില്ല. ഫാൻ ബേസ് ഉള്ള ആൾക്കാരെ ഒപ്പം നിന്ന് അവരെ എർത്തായി മാറി നൈസായിട്ട് എന്ത് ചെയ്യുക, ഒരു ടോപ്പ് 5 പിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ഗെയിം മാത്രമേ ഇപ്പൊ ലക്ഷ്മിന്റെ കയ്യിൽ ഇതിനകത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതും ഒരു തരത്തില് ഗെയിമാണ്. അത് വീട്ടുകാർക്ക് മനസ്സിലായാൽ നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീട്ടിനകത്തിരുന്ന് ലക്ഷ്മി വിഷം വെക്കും, കുറച്ചധികം വിഷം പോയിസൺ അടിക്കാൻ ചാൻസ് ഞാൻ ലക്ഷ്മീൻ്റെ കാണുന്നുണ്ട്. അതൊന്നും അറിയാതെ പലരും ലക്ഷ്മീൻ്റെ അടുത്ത് പോയിട്ട് ലക്ഷ്മി പ്രിൻസിപ്പൾ ആണെന്നും ലക്ഷ്മി ഭരണമാണെന്നൊക്കെ പറയുന്ന ഇവര് തന്നെ പല സാഹചര്യത്തിൽ, ഇപ്പൊ നെവിനാണെങ്കിലും ആരും പിന്നെ പോവാറില്ലോ. നെവിൻ, ആദില, അങ്ങനെ കുറെ ടീമുകള്, ഷാനവാസ്, ഇവരൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലക്ഷ്മിനോട് കാര്യം പറയും. ലക്ഷ്മി ഇതിന്റെ സമയം കിട്ടുമ്പോൾ കയറി അടിച്ചു. അങ്ങനെ ഒരു സൈഡിൽ കൂടി ഒരു സാധനം നടക്കുന്നുണ്ട്. ഈ ഷാനവാസും അനീഷും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. ഇന്ന് അടുക്കളയിൽ അടി കഴിഞ്ഞിട്ട് ഷാനവാസിനോട് വളരെ മര്യാദയ്ക്ക് ആര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അനീഷ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളെ എന്താ ദിവസം ഒന്ന് ഏതറിയോ, ബിഗ് ബോസ് ഡേ 1 എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അന്ന് മുതലുള്ളത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് അനീഷിനോട് പറയും. എന്നിട്ട് അനീഷിനൊന്നും വിശ്വാസമല്ല. എന്നിട്ട് ആ വീട്ടിൽ ഷാനവാസിന് വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ അനീഷിനെ മാത്രം. പക്ഷെ അനീഷിനെ തിരിച്ച് ആരും വിശ്വസിക്കാൻ പറ്റില്ല, ഷാനവാസിനെ വിശ്വസിക്കാൻ പറ്റില്ല. അനീഷിനോട് ഷാനവാസ് പറയണേ, എന്നോട് പറയുന്നതിന് പേടിയുണ്ട്, കാരണം ഈ ഇത് ഉപയോഗിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഷാനവാസ് പറയണ അനീഷിനോട്. ഞാൻ വേറൊരു കോൺവെർസേഷൻ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയാത്ത എനിക്കൊരു ഇമോഷണൽ സാധനം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നത് അനീഷ്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ആ സംഗതികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ BB+ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. ലൈവ് കണ്ടവർക്ക് ഒന്നുകൂടി ക്ലിയർ ആവും ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ലൈവ് കാണാത്തവർ കൂടി മനസ്സിലാവണം ഇത്രയും കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പാത്രം കഴുകുന്നതിൻ്റെ സ്കീമിക്കത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതെന്നറിയോ, ഞങ്ങളൊക്കെ സീസണിൽ ആ വീട്ടിനകത്ത് പാത്രത്തിനിടയിൽ പേര് എഴുതും ഗ്ലാസ്സിൽ. ഇപ്പൊ സായി ആണെങ്കിൽ സായിക്ക് ഒരു പ്ലേറ്റ് ഉണ്ട്, സായിക്ക് ഒരു മഗ് ഉണ്ട്. ഞാനത് കഴിച്ചിട്ട് കഴുകി വെച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനാണത് കഴുകാത്തതെന്നുള്ളത് മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാൻ വേറൊരാളെ പ്ലേറ്റ് എടുത്തു, ബൈ ചാൻസ് ഞാൻ ഇപ്പോൾ സിജോന്റെ പ്ലേറ്റ് എടുത്തു, സിജോ ഇന്റെ പ്ലേറ്റ് എടുത്തു, അല്ലെങ്കിൽ ഇന്റെ പ്ലേറ്റ് വേറെ ആരെങ്കിലും എടുത്തു, സിജോ ഇന്റേതേ എടുക്കൂ, കാരണം സിജോന്റെ പ്ലേറ്റ് ഞാൻ എടുക്കുമ്പോൾ ഇന്റെ പ്ലേറ്റ് ആവില്ല അവിടെ ബാക്കി വരും. അപ്പൊ അതിൽ സിജോ കഴിക്കുകയോ ചോദിച്ചോ,
അപ്പോഴും നമുക്ക് മനസ്സിലാവുക ആരാ പ്ലേറ്റ് കഴുകാത്തത്. ഇവിടെ ഈ 72 ദിവസമായിട്ട് ഇവരൊരു മാർക്ക് പോലും സ്വന്തം പ്ലേറ്റിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ബുദ്ധി ഇല്ലല്ലോ എന്തുവാണ് ഇത്? എന്താ എനിക്കിപ്പോഴും ക്ലിയർ ആവില്ല അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക്. അതേപോലെ നെവിൻ ഒരു തവണ പറഞ്ഞതിനെ കുറിച്ച് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. മറ്റേ അനീഷ് പാത്രം കഴുകി ചോദിച്ചപ്പോ അല്ല നെവിൻ നോണ പറയുന്നുള്ള കാര്യം നെവിനെ തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണല്ലോ അത്. നെവിൻ സമ്മതിക്കാത്ത വിഷയമൊന്നുമില്ല. അല്ല അനീഷിനെ എല്ലാരും വിശ്വസിക്കും. അനീഷിന് അങ്ങനെ ഒരു സീനും ഉണ്ട്. അനീഷിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അനീഷ് അത് അനീഷിന്റേതായ രീതിയിൽ ഒന്ന് അസസ് ചെയ്യും, ബോഡി ലാംഗ്വേജും കാര്യം, എന്നിട്ടാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സ്കീം അനീഷിനുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരാഴ്ച മൊത്തം അനീഷ് സൈഡായിരിക്കും. അനീഷിന് അധികം സ്ക്രീൻ സ്പേസ് കിട്ടാൻ പോകുന്നില്ല. ഈ ആഴ്ച ഷാനവാസ് കളിക്കാൻ നോക്കും. ഈ ആഴ്ച മൊത്തം അനീഷ് സൈഡാണ് തന്നെ എനിക്ക് തോന്നണേ. അപ്പൊ എന്താണെങ്കിലും സാബുമാൻ പുതിയ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഒന്ന് എലിമിനേഷനും കൂടി അടിച്ചാണല്ലോ സാബുമാൻ. ഞാൻ ഇങ്ങോട്ട് വീണ്ടും പറയണു, ഇത്രയും കാലം ഇവിടുത്തെ PR സാബുമാനെ പല പേരും പറഞ്ഞ് ബാക്കിയുള്ളവരെ തട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. ഇനി നിങ്ങളെ സാബുമാൻ ഉപയോഗിക്കും. നിങ്ങൾ ഉറപ്പിച്ച ലാസ്റ്റ് ലാലന്റെ കയ്യും പിടിച്ച് സാബുമാൻ നിൽക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ എത്തിയാണല്ലോ മക്കളെ. PR ഇട്ടുള്ള ഒന്നൊന്നര അടിയിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ആസ് യൂഷ്വൽ സ്നേഹ എന്നും അക്ബറിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇന്റെ ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് കയറിയിട്ടുള്ളത് അഭിലാഷ്, അക്ബർ, ഞാൻ ഈ 72 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് പോയിട്ടുള്ളത് ഒന്ന് അഭിലാഷ് നമ്മൾ കുറെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ടാണ്. പക്ഷെ ഞാൻ വീഡിയോയിലൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതങ്ങനെയല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അക്ബറിന് കുത്തൊക്കെ ഉണ്ടല്ലോ, 1.5 കുത്ത് അക്ബറിന് കുത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യന് നമ്മൾ കുറെ വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേതായിക്കോ, ലാസ്റ്റ് കപ്പ് നോക്കണ ആളും കൂടി ആയിക്കോ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ അല്ലേ, നാളെ കാണാം.